ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഫൈനലി നമ്മൾ ഫസ്റ്റ് സെം ബി.കോം BBAയുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ഒരു മാരത്തൺ റേസ് പോലെ ആയിരുന്നു ഈ നോട്ട്സ് പ്രിപ്പറേഷൻ. ആക്ച്വലി എനിക്ക് വെക്കേഷനിൽ ധാരാളം സമയം കിട്ടിയിരുന്നു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. ബട്ട് ഐ നെവർ തോട്ട് യൂട്യൂബിലൂടെ നോട്ട്സ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. എനിവേ നമ്മൾ ചെയ്തു, നമ്മളതിൻ്റെ കംപ്ലീഷനിലെത്തി. ഇനി ഈ വീഡിയോസ് എല്ലാം കൂടെ ഒരുമിച്ച് നോട്ട്സ് എൻ്റെ വോയിസ് ഓവർ ഇല്ലാതെ ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി കംഫർട്ടബിളായിട്ട് ഞാൻ ഒന്നുകൂടെ കമ്പൈൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് എൻ്റെ ഈ ഡിസ്റ്റർബൻസ്, എൻ്റെ വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ തന്നെ നോട്ട്സ് വായിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ബി എ വെരി ഷോർട്ട് വീഡിയോ ഓൾസോ. എനിവേ ആസ് യൂഷ്വൽ ഐ എം ടെല്ലിങ് സബ്സെ ബഡാ ആദ്മിൻ്റെ വീഡിയോ കാണുക ആൻഡ് ദെൻ യു കം ബാക്ക് ടു ദിസ് സെഷൻ. essay टाइप क्वेश्चन 10 मार्क्स. सबसे बड़ा आदमी एकांकी में अभिव्यक्त विचार व्यक्त कीजिए. ഇതിൽ ഈ ഒരു ചാപ്റ്ററിന് ആക്ച്വലി എസ്സേ ചോദിക്കാനുള്ള സാധ്യത വളരെ ലെസ്സാണ്, വളരെ കുറവ് സാധ്യതയാണ്. യെറ്റ് ഐ എം ഗിവിങ് എ ഷോർട്ട് എസ്സേ. सबसे बड़ा आदमी भगवती चरण वर्मा जी की व्यंग्य एकांकी है, जिसमें अलग अलग विचारधाराओं में विश्वास करने वाले लोगों का आपस में तर्क वितर्क देखा जा सकता है. अलग अलग വിചാരധാര, പല ചിന്താഗതികൾ, പല ഇസത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഇല്ലേ. നമ്മൾ വാദെന്ന് പറയും ഹിന്ദിയിൽ. ഇസം, ഗാന്ധിസം, ഫെമിനിസം അല്ലെങ്കിൽ മാർക്സിസം, അങ്ങനെ പല ഇസങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരും വിശ്വസിക്കുന്നവർ പരസ്പരം തർക്കിക്കുന്ന, അതിനെ കളിയാക്കി പറയുന്നതാണ്. കാരണം ഓരോരുത്തരും വിശ്വസിക്കുന്നവർ അവരുടെ ധാരണയാണ് ശരി, ബാക്കിയുള്ളവരുടെ തെറ്റ് എന്നുള്ളൊരു പൊതു ചിന്താഗതി നമുക്ക് സമൂഹത്തിൽ ഉണ്ട്. അക്സർ ചായ് കി ദുകാൻ ഇൻ തർക്കോം കാ മഞ്ച് ബൻ ജായാ കർത്തി ഹൈ. പൊതുവേ കാണുന്നത് ചായക്കടകളിൽ 10 പേര് കൂടുമ്പം ഇങ്ങനത്തെ ആരെങ്കിലും ഒരു ടോപ്പിക് എടുത്തിടും, പിന്നെ അതിനെ പിടിച്ച് തർക്കങ്ങളിങ്ങനെ തുടങ്ങും. യഹാ ഭി ഗജാത്തി കി ചായ് കി ദുകാൻ മേ സാരി ഘട്നായേ ഘട്തി ഹൈ. ഇവിടെയും അതേപോലെയാണ്. ഗജാത്തിയുടെ ഒരു ചായയുടെ റെസ്റ്റോറൻറ്റിലാണ് ഈ കഥ മുഴുവനും അരങ്ങേറുന്നത്. രാധേ और शंकर विश्वविद्यालय के विद्यार्थी थे और दोनों की पसंद अलग, വിചാരധാര അലഗ്. ഇവർ രണ്ടുപേരും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആയിരുന്നു. ആ ഒരു പ്രായം, കോളേജിലൊക്കെ പഠിക്കുന്ന പ്രായത്തിലാണ് നമുക്ക് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയോടോ അല്ലെങ്കിൽ ഓരോ ചിന്താഗതിയോടോ ഒക്കെ ഒരു ആഭിമുഖ്യം തോന്നുന്നത്. ബാല്യകാലത്ത് നമ്മളതൊന്നും ചിന്തിക്കത്തില്ല. അപ്പോൾ ഈ രണ്ട് കുട്ടികൾ, രാധയും ശങ്കറും കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. അവർക്ക് അവരുടെ പസന്ത് അലഗ്, വിചാരധാര അലഗ്. അവരുടെ താല്പര്യങ്ങൾ രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. राधे कवि शैली को सबसे महान व्यक्ति मानता है, क्योंकि उसका कहना है कि शैली की कविता में जितनी गहराई और पवित्रता है उतना और कहीं नहीं. അപ്പോൾ രാധ, ഇത് കൺഫ്യൂഷൻ വരുന്നത് ആരെയാണ് അനുകൂലിക്കുന്നത് എന്നത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. രാധേ കവി ഷെല്ലി, നമ്മൾ PB ഷെല്ലി എന്ന് പറയില്ലേ, ബേഴ്സി ഷെല്ലി, റൊമാൻറ്റിക് പോയറ്റായിരുന്നു ഷെല്ലി. അദ്ദേഹത്തിനെ ആയിരുന്നു ഏറ്റവും മഹാൻ വ്യക്തിയായിട്ട് കാണുന്നത്. കാരണം എന്താണ്? उसका कहना है कि शैली की कविता में जितनी गहराई और पवित्रता है उतना और कहीं नहीं. ഷെല്ലിയുടെ പോയിട്രിയിൽ എത്ര ആഴമുണ്ടോ അത് അത്രയും വേറെ എങ്ങും കാണാനില്ല. ഷെല്ലിയുടെ കാവ്യങ്ങളിൽ എത്ര ആഴമുണ്ടോ, ലൈഫിനെ പറ്റിയുള്ള ആഴത്തിലുള്ള സ്റ്റഡിയാണ് ഷെല്ലിയുടെ കവിതകൾ. അതുകൊണ്ട് ഷെല്ലിയാണ് സബ്സെ ബഡാ ആദ്മി. वह मानता है कि शैली ने लोगों को प्रेम का मार्ग दिखाया, इसलिए वही सबसे श्रेष्ठ है. ഷെല്ലി ആൾക്കാർക്ക് സ്നേഹത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ട് ഷെല്ലിയാണ് ഏറ്റവും മഹാൻ. दूसरी ओर शंकर साहस और बल पर विश्वास करता था, अतः उसे नेपोलियन पसंद था. മറുവശത്ത് ശങ്കറിനാണെങ്കിൽ നെപ്പോളിയനെ ആയിരുന്നു ഇഷ്ടം, ശക്തിയുടെ പ്രതീകം. ഇത് തെറ്റിപ്പോകാതിരിക്കാൻ നമുക്ക് ശങ്കർ ഭഗവാനെ ഓർക്കാം. ശിവൻ, നെപ്പോളിയൻ ശക്തിയുടെ പര്യായം, നെപ്പോളിയൻ ബോണപ്പാർട്ട്, നെപ്പോളിയൻ ദ ഗ്രേറ്റ് എന്നൊക്കെ പറയില്ലേ. ഹൈറ്റൊക്കെ കുറഞ്ഞൊരു വ്യക്തിയായിരുന്നു നെപ്പോളിയൻ, പക്ഷേ ലോകം കീഴടക്കാൻ ഇറങ്ങിയൊരു വ്യക്തിയാണ് നെപ്പോളിയൻ ദ ഗ്രേറ്റ്. वह मानता था कि कवियों की तरह मात्र कल्पना लोक में विचारने से कोई फायदा नहीं. जो कल्पना को सत्य में बदलने की क्षमता रखता है वही सबसे बड़ा आदमी है. ആരാണോ ഇമാജിനേഷനെ സത്യത്തിലേക്ക് മാറ്റാൻ, ട്രൂത്തിലേക്ക് മാറ്റാൻ കഴിവുള്ളവൻ, അവനാണ് ഗ്രേറ്റ് എന്ന് ശങ്കർ വിശ്വസിച്ചിരുന്നു. വെറുതെ ഇങ്ങനെ ഭാവനയിൽ ജീവിക്കുന്ന കവികൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഭാവനാ ലോകത്താണ്. അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശങ്കർ ആരെയാണ് ഗ്രേറ്റായിട്ട് കാണുന്നത്? സാഹസത്തിൻ്റെ പര്യായമായ നെപ്പോളിയനെ.
इसी बीच चाय पीने शर्मा जी प्रवेश करते हैं और वे गांधीवाद पर विश्वास करने वाले थे। अतः अहिंसावादी एवं सत्याग्रही गांधी को सबसे बड़ा आदमी मानते थे. അതിനിടയ്ക്ക് അവിടെ ആര് വന്നു? ശർമാജി വന്നു. ശർമാജി ആണെങ്കിൽ ഒരു തികഞ്ഞ ഗാന്ധിയനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഹിംസാവാദിയും സത്യാഗ്രഹിയും ആയ ഗാന്ധിയിലെ ആദർശങ്ങളെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഗാന്ധിജിയാണ് സബ്സെ ബഡാ ആദ്മി. फिर वहाँ वकील वर्मा प्रवेश करते हैं और वे भी गांधी को ही श्रेष्ठ मानते हैं क्योंकि गांधी जी भी उनकी तरह ही वकालत करते थे. പിന്നീട് അവിടെ വർമാജി കടന്നു വരും. വർമാജി സ്വയം വക്കീലായിരുന്നു. അപ്പോൾ ഗാന്ധിജിയും ആദ്യം ലൈഫ് തുടങ്ങിയതൊരു വക്കീലായിട്ടാണ്. അതുകൊണ്ട് വർമ്മയും ഗാന്ധിനെ തന്നെ സപ്പോർട്ട് ചെയ്യും. लेकिन अहमद जो कि कॉमरेड था वो लेनिन को सबसे बड़ा आदमी मानता है. പിന്നീട് അവിടെ വരുന്ന അഹമ്മദ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം ലെനിനെയാണ് ഏറ്റവും വലിയ വ്യക്തിയായിട്ട് കണ്ടിരുന്നത്. चाय की रेस्तरां का मालिक गजाती और नौकर चिरौंजी बस बहस सुनते जाते हैं. അപ്പോൾ ചായ റെസ്റ്റോറൻറ്റിന് ഓണർ ഗജാത്തി ഉണ്ട്, നോക്കർ ജോലിക്കാരൻ ചിറൗഞ്ചി ഉണ്ട്. അവർ ഈ തർക്കങ്ങൾ ഇങ്ങനെ കേട്ട് ചായ കൊടുത്ത് ഇരിക്കുകയാണ്. अंत में नाटा कद का दुबला पतला बिखरे हुए बालों वाला रामेश्वर प्रसाद नाम का आदमी प्रवेश करता है. പിന്നീട് കയറി വരുന്നത് രാമേശ്വർ പ്രസാദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ് നാട്ടാ കതുക, എനിക്ക് തോന്നുന്നു ഈ നെപ്പോളിയനും ഈ ഗാന്ധിയും ലെനിനും ഇവരുടെ എല്ലാം ഒരു മിക്സായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രീകരണം ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ നാട്ടാക്കത് നെപ്പോളിയനെ പോലെ ഷോർട്ടായിട്ടുള്ളത്, ദുബല പത്ല ഗാന്ധിജിയെ പോലെ മെലിഞ്ഞത്, ബിഖ്രേവേ ബാലോ വാല കവിയെ പോലെ മുടിയുള്ളത്, रामेश्वर प्रसाद का आदमी प्रवेश करता है. वह स्वयं को कलाकार तथा अजीब तरह का व्यक्ति मानता है. वह स्वयं कहता है कि उसके कई रूप हैं. അവന് പല രൂപങ്ങളുണ്ട്, അവൻ അജീബ് तरह का വ്യക്തിയാണ്, അവനൊരു കലാകാരനാണ് എന്നൊക്കെ അയാൾ സ്വയം വിശേഷിപ്പിക്കുകയാണ് ചോദിക്കുമ്പം. वह कहता है कि सबसे बड़ा आदमी वह है जो दुनिया को कुछ देने के बजाय उससे कुछ वसूलने का सामर्थ्य रख सके. അയാൾ ഈ തർക്കങ്ങളെല്ലാം കേൾക്കും, എന്നിട്ട് വളരെ ബുദ്ധിപൂർവ്വം ഓരോത്തിനെ സപ്പോർട്ട് ചെയ്യും. അയാൾ ഷെല്ലി മഹാനാന്ന് പറയും, ഗാന്ധിജി മഹാനാന്ന് പറയും, നെപ്പോളിയൻ മഹാനാന്ന് പറയും, ലെനിൻ മഹാനാന്ന് പറയും. ആരെയും എതിർക്കുന്നില്ല, എല്ലാവരും അവരവരുടെ രീതിയിൽ ഗ്രേറ്റ് ആണെന്ന് അവൻ സ്ഥാപിക്കും. പക്ഷെ അവസാനം അവൻ പറയുന്നത് ആദ്മി വഹ ഹെ ജോ ദുനിയാക്കു കുച്ച് ദേനെ കെ ബജായ് ഉസ്സെ കുച്ച് വസൂലിനെ കാ സാമർഥ്യ രഖ് സക്. പക്ഷേ സബ്സെ ബഡ ആദ്മി ആരാണെന്ന് അവൻ ഡിഫൈൻ ചെയ്യുന്നത്, അവൻ ഒരു വിചാരധാരയിലും വിശ്വസിക്കുന്നവനല്ല, ഒരു പ്രത്യേക ഇസത്തിൽ വിശ്വസിക്കുന്നവനല്ല. അപ്പം വിശ്വസിക്കുന്നത് ദുനിയാക്കു കുച്ച് ദേനെ കെ ബജായ്, ലോകത്തിന് എന്തെങ്കിലും കൊടുക്കുന്നതിന് പകരം ലോകത്തിൻ്റെ ഇങ്ങോട്ട് ഊറ്റിയെടുക്കാൻ കഴിവുള്ളവനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ മനുഷ്യൻ. वो काफ़ी चालाकी से सबकी सुनता है और वो शैली नेपोलियन गांधी लेनिन सबकी समर्थन करता है. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും, ആരെയും എതിർക്കുന്നില്ല. അപ്പോൾ എല്ലാവരെയും സോപ്പിട്ട് നിർത്തും. और अपने अपने तरीके से सबको श्रेष्ठ मानता है. इस तरह सबको खुश कर देता है, सबको बातों में फंसा देता है. सबको बातों में फंसा, എല്ലാവരെയും വാക്ചാതുര്യത്തിൽ പിടിച്ചു നിർത്തും. എന്നിട്ട് ബഡി ചാലാക്കി സെ സബ്കോ ഠഗ് ലേത്താ ഹെ, വളരെ ബുദ്ധിപൂർവ്വം എല്ലാവരുടെയും പോക്കറ്റ് അടിച്ചുകൊണ്ട് പോവും. ഇവൻ ഗജാത്തി ചായക്കടക്കാരൻ്റെ പണപ്പെട്ടി വരെ അടിച്ചെടുത്തുകൊണ്ട് പോവും. അപ്പം ബുദ്ധിപൂർവ്വം ഏത് വിചാരധാരയിൽ വിശ്വസിക്കുന്നവരുടെ അടുത്തും ഇവൻ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയും, അവരുടെ മനം മയക്കും, അവരുടെ ശ്രദ്ധ തിരിക്കും, എന്നിട്ട് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടിട്ട് കടന്നു കളയും. അപ്പോൾ സബ്സെ ബഡ ആദ്മി വാസ്തവത്തിൽ ആരാണ്? കളിയാക്കിയുള്ള വ്യംഗ്യമാണ്. എന്ന് വെച്ചാൽ ഇതിലെ വ്യംഗ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ ചിന്താഗതിയിൽ വിശ്വസിക്കുന്നവർ, നമ്മൾ ആ ശ്രേഷ്ഠർ ബാക്കിയുള്ളവരെല്ലാം ചീത്തയാന്നൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ എല്ലാത്തിനെയും പുറമേ കൊണ്ട് നടക്കുന്നവർ, എന്നിട്ട് ജനങ്ങളെ പറ്റിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സബ്സെ ബഡ ആദ്മി. So moving on to short answer type question, 5 marks question. सबसे बड़ा आदमी का व्यंग्य समझाइए. भगवती चरण वर्मा जी ने समाज में व्याप्त वैचारिक प्रणाली, जिसे हम वाद अथवा विचारधारा कहते हैं, उससे उत्पन्न तर्कों पर एकांकी में व्यंग्य किया है. ഇതിൽ ഏകാംകിക്കാർ ഭഗവതി ചരൺ വർമ്മ നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്ന ഈ ഇസം, വാദ് അല്ലെങ്കിൽ വിചാരധാര, ചിന്താധാര, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന തർക്കങ്ങളെ പറ്റിയാണ് കളിയാക്കുന്നത്. അക്സർ ഹം അപ്നെ പസന്ദ് കെ വ്യക്തി കോ മഹാൻ മാനത്തെ ഹൈ.
किसी खास वाद विचारधारा में विश्वास करते हैं, किंतु दूसरों के विचारों को एवं उनके पसंद को एकदम गलत मानते हैं, नीचा मानते हैं. അക്സർ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് നമ്മളിപ്പോൾ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നെങ്കിൽ അതാണ് ശ്രേഷ്ഠം, ബാക്കി എല്ലാവരും കൊള്ളരുതാത്തവരാണ്. അങ്ങനെ ഒരു ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിൽ. और आपस में झगड़ने लगते हैं. अपनी विचारधारा को महान साबित करने के लिए दूसरी विचारधाराओं में कमियां ढूंढते हैं. അപ്പം നമ്മുടെ ചിന്താഗതിയാണ് ശരി, നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് ശരി എന്ന് വാദിക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. दूसरों को नीचा दिखाने की इसी प्रवृत्ति की ओर लेखक इशारा करते हुए व्यंग्यात्मक रूप से यह साबित करते हैं कि वास्तव में सबसे बड़ा आदमी तो वही है जो सभी वादों को संचालित निर्देशित करता है और सबको लूटने का सामर्थ्य रखता है. അപ്പം വാസ്തവത്തിൽ सबसे बड़ा आदमी ആരാണ്? जो सभी वादों को संचालित निर्देशित करता है. എല്ലാ വാദങ്ങളെയും സഞ്ചാലിത് കർണ എന്ന് വെച്ചാൽ ചരട് വലിക്കുക. എല്ലാ വാദങ്ങളും എല്ലാ ചിന്താധാരകളും എല്ലാ ഇസത്തിലും വിശ്വസിക്കുന്നു എന്ന് ധരിപ്പിച്ചിട്ട് അവിടെ ചെന്ന് അവരുടെ ഇടയിൽ ചരടുവലി നടത്തുന്നതും അവരെ നിർദ്ദേശിത് കർത്താ ഹെ, അവരെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചിട്ട് അവരെ എല്ലാവരെയും ലൂട്ടനെ കാ സാമർഥ്യ ജോ രഖ്താ ഹെ വഹി സബ്സെ ബഡാ ആദ്മി ഹെ. वेरी शॉर्ट आंसर टाइप क्वेश्चन, 3 मार्क्स क्वेश्चन. सबसे बड़ा आदमी किसकी रचना है? इसका शर्मा जी किस विचारधारा का प्रतिनिधि है? അപ്പോൾ കിസ്കി രചന ഹെ എന്ന് നാച്ചുറലി ഏത് ചാപ്റ്ററിൻ്റെയും പ്രതീക്ഷിക്കാം. അപ്പോൾ 8 ചാപ്റ്റർ ഉണ്ട്, 8 ചാപ്റ്ററിൻ്റെയും ഓതറിൻ്റെ പേര് പഠിച്ചു വെക്കണം. വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, എന്തായാലും 1-2 ഇങ്ങനത്തെ ചോദിക്കും. പിന്നെ ഇസ്കാ ശർമാജി കിസ് വിചാർധാര കാ പ്രതിനിധി ഹെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്കൊരു ഇൻഡിക്കേറ്ററായിട്ട് എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ ശർമാജിയാണ് ചോദിച്ചിരിക്കുന്നത്. ശർമാജി ഗാന്ധിജീനെ ആണ് വിശ്വസിച്ചിരുന്നത്. അതിന് പകരം വർമാജി ചോദിക്കാം, അല്ലെങ്കിൽ അഹമ്മദ് ചോദിക്കാം, അല്ലെങ്കിൽ രാധയെ ചോദിക്കാം, ശങ്കർ ചോദിക്കാം, ഏതും ചോദിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വൺ, हम दोनों में यह तय नहीं हो पा रहा है कि ഷെല്ലി ബഡാ യാ നെപ്പോളിയൻ. ഇസ് പ്രസംഗ് കെ ദോനോ കോൺ കോൻ ഹെ. ഹം ദോനോ, ഇവിടെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഈ ഒരു തർക്കം ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ്, ഷെല്ലിയാണോ വലുത് അതോ നെപ്പോളിയൻ? നാച്ചുറലി ആ രണ്ടുപേരാരാണ്? രാധയും ശങ്കറും. सबसे बड़ा आदमी गद्य की किस विधा की रचना है? ഇതും ഒരു ഓൾമോസ്റ്റ് 8 ചാപ്റ്റേഴ്സിൻ്റെയും ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, ഏത് വിധയാണെന്ന്. വിധ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വിധ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫോം ഓഫ് ലിറ്ററേച്ചറാണ്. ലൈക്ക് നമ്മൾ അത് കഹാനിയാണോ, കഥയാണോ, കവിതയാണോ, നാടകമാണോ, വൺ ആക്ട് പ്ലേ ആണോ, ആത്മകഥയാണോ, പിന്നെ ബയോഗ്രാഫിയാണോ, അല്ലെങ്കിൽ ഏകാങ്കിയാണോ, ഇതാണ് വിധ. ഓക്കെ, അപ്പോൾ ഏത് വിധയാണെന്ന് ചോദിക്കും. ഇപ്പോൾ റസിയ എന്തുവാണ് ചോദിക്കാം, അല്ലെങ്കിൽ ഡോമിൻ കാക്കി എന്താണ് ചോദിക്കാം, സബ്സെ ബഡാ ആദ്മി, അങ്ങനെ വിധ പഠിച്ചു വെക്കണം. ഇസ്ക രചനാകാർ കോൻ ഹെ? അത് സിമ്പിളാണ്, ഭഗവതി ചരൺ വർമ്മ. सबसे बड़ा आदमी के पात्र राधे और शंकर किस बात को लेकर तर्क करते हैं? राधे शैली को महान मानता है और शंकर नेपोलियन को. इसी बात को लेकर दोनों में बहस छिड़ जाती है. അപ്പോൾ അത് നമുക്ക് നാച്ചുറലി അറിയാം. രാധെ ഷെല്ലിനെയാണ് മഹാൻ. അപ്പോൾ രാധയും ശങ്കറിൻ്റെയും ഇഷ്ടങ്ങൾ തെറ്റിപ്പോതിരിക്കാൻ ഓർത്താൽ മതി. ശങ്കർ ഭഗവാനെ ഓർക്കണം. അത് ശക്തിയുടെ പ്രതീകമായ നെപ്പോളിയനെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് വൈൻഡ് ചെയ്യാം. അഹമ്മദ് കോമ്രേഡാണ്, സഖാവാണ്. അപ്പോൾ അദ്ദേഹം ലെനിൻ ആണ് ഏറ്റവും മഹാൻ എന്ന് വിശ്വസിക്കുന്നത്. ശർമ്മയും വർമ്മയും പേരിന് സാമ്യമുണ്ട്, രണ്ടുപേരും ഗാന്ധിജിയാണ് ഗ്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് രാധയും ശങ്കറുമാണ്. അപ്പോൾ ശങ്കർ നമുക്കറിയാം നെപ്പോളിയൻ, അപ്പോൾ രാധ ഷെല്ലി. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ ഈ നോട്ട്സിനെല്ലാം എൻ്റെ വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നോട്ട്സ് മാത്രമായിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.